CP സത്യൻ, ഈ വാദങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാൻ ഉതകുന്നവയാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അത് കോൺഗ്രസിനാണെങ്കിലും ഇന്ത്യ മുന്നണിക്കാണെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഒക്കെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും എല്ലാ ഘടകകക്ഷികൾക്കും അത് പറയുകയും ചെയ്യാം. നിയമപരമായി ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്നുള്ളത് ഒരു വശത്ത്, BJP മറുവശത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലഫ്റ്റനന്റ് ഗവർണർ കൃത്യമായിട്ടൊരു നിലപാടെടുത്തിരിക്കുന്നു, ജയിലിലിരുന്ന് ഭരണം വേണ്ട എന്നുള്ളത്. അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അത് എന്തായിരിക്കും? അതൊരു രാഷ്ട്രപതി ഭരണമായിരിക്കുമോ എന്ന് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലേക്ക് കടക്കുകയില്ല എന്ന് തോന്നേണ്ട എന്തെങ്കിലും സാഹചര്യം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡൽഹിയിൽ നിന്നുണ്ടായതായി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അപർണ, ഈ പറഞ്ഞതുപോലെ നിയമപരമായിട്ട് മുഖ്യമന്ത്രിക്ക് ജയിലിരുന്ന് ഭരിക്കുന്നതിൽ നിയമ തടസ്സമൊന്നും നിലവിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇല്ല. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് വിചാരണ തടവുകാരനായിട്ട് ജയിലിരുന്നു കൊണ്ട് തന്നെ ഭരിക്കാൻ പറ്റുമെന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ അതിനകത്തൊരു നൈതികതയുടെ പ്രശ്നമുണ്ട്. ആ നൈതികത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആരോപണ വിധേയനാവുകയോ അറസ്റ്റിലാവുകയോ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അടക്കമുള്ളവർ രാജിവെക്കുക എന്നുള്ളൊരു പാരമ്പര്യമാണ് ഇന്ത്യ മാത്രമല്ല ലോകത്തെ ഒരുവിധപ്പെട്ട എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും പിന്തുടരുന്നത്. പക്ഷേ ഇവിടെ സ്ഥിതിഗതികൾ ഒരല്പം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഇവിടെ ആരോപിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ വെണ്ടറ്റയുടെ ഭാഗമാണ്, അവരെ വേട്ടയാടുന്നതിന്റെ ഭാഗമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് രാജിവെക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ വെണ്ടറ്റ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ രാഷ്ട്രീയ വൈരം നടപ്പാക്കുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാകുന്നു എന്ന ഒരു നിലപാട് ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജയിലിലിരുന്ന് ഭരിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നൊരു നിലപാടാണ് അവർ എടുക്കാൻ സാധ്യത ഏറെയുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിലവിൽ ഏപ്രിൽ 1 വരെയാണ് കസ്റ്റഡി നീട്ടിയിരിക്കുന്നത്. ഏപ്രിൽ 1 ശേഷം ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണാം. കാരണം അതിനു മുമ്പ് ഗവർണർ തിരക്കിട്ട് ഒരു നടപടി എടുക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ അത്തരത്തിലെടുക്കുന്ന ഏത് നടപടിയും ജനരോഷം കൂട്ടുകയും ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെ ഐക്യത്തെ ശക്തിപ്പെടുത്തുകയും മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നിലവില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ BJP ആവർത്തിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇത്തവണ 400 സീറ്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തില് പക്ഷെ ഈ കേജ്രിവാളിന്റെ അറസ്റ്റോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് BJPയുടെ വളരെ ഇൻഹറന്റ് ആയ ഒരു വീക്ക്നെസ് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ കാണാത്ത ഒരു വീക്ക്നെസ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ നമ്മൾ വിചാരിച്ച നമ്മളെ ഭൂരിപക്ഷം നമ്മുടെ ഈ ജനാധിപത്യത്തിന്റെ ഈ ഏറ്റവും വലിയ ഈ മത്സരത്തിന്റെ കാഴ്ചക്കാരായി നിൽക്കുന്ന നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആൾക്കാർ വിചാരിച്ചിരുന്നത് BJPക്ക് മറ്റൊരു വാക്ക് ഓവറാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു. പക്ഷേ കേജ്രിവാളിന്റെ അറസ്റ്റോട് കൂടിയിട്ട് ഇപ്പൊ മൊത്തത്തിലുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത്ര ഒരു വാക്ക് ഓവർ അല്ല. BJP അത്രയേറെ സീറ്റുകൾ പറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇത്ര കട്ടിയുള്ള ഒരു ആയുധം പുറത്തെടുക്കാൻ ഇപ്പോൾ നിർബന്ധിതരായത്. കാരണം സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരമുള്ള അറസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ ഒഴിവാക്കും. കാരണം അതിനു മുമ്പ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്, അതിനു മുമ്പ് വിചാരണ ചെയ്യാൻ സമയമുണ്ട്. അതൊക്കെ നിലവിലിരിക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മര്യാദയുള്ള കാര്യം. എതിർ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുക, എതിർ പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയൊക്കെ പറയുന്നത് ജനാധിപത്യത്തിന്റെ സാമാന്യ മര്യാദകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ അത്തരം അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തന്നെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരമില്ല. അപ്പോൾ ഒരു ഏജൻസി എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഈ കാലയളവിൽ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ളത് എനിക്കൊന്ന് ഡിബേറ്റബിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് ഈ നേരത്തെ BJP പ്രതിനിധി പറഞ്ഞ 2 തമാശകൾ പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞ തമാശ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമാണ് എന്നാണ്. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ഇതുപോലെ കൃത്യമായ കൊട്ടേഷൻ സംവിധാനങ്ങളായി മാറിയ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഓരോരുത്തരെയും ഈ വേട്ടയാടി പിടിക്കുന്നതിനകത്തും ഓരോരുത്തരെയും ക്കുന്നതിനകത്തുമുള്ള മൊത്തത്തിലുള്ള ഒരു രംഗം നോക്കിയാൽ തന്നെ നമുക്കത് വളരെ വ്യക്തമാകും. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അശോക് ചവാനെ കഴിഞ്ഞ 1 വർഷമായിട്ട് BJP സ്വന്തം പാളയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അശോക് ചവാൻ വഴങ്ങിയിരുന്നില്ല. അവസാനം അഴിമതിയെ പറ്റിയുള്ള ധവളപത്രം പുറപ്പെടുവിച്ചപ്പോൾ ആദർശ കുംഭകോണത്തിന്റെ പേര് പ്രത്യേകം എടുത്തു പറയുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളെയും ഭാര്യയും അടക്കം ജയിലിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഈ മാറ്റം നടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കോൺഗ്രസ് സീനിയർ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അദ്ദേഹം ആക്ച്വലി ഒരാഴ്ചയായിട്ട് ഉറങ്ങുന്നില്ല, എല്ലാവരെയും വിളിച്ച് കരയുകയാണ്, കാരണം എനിക്ക് ജയിലിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആദർശ കുംഭകോണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിക്കാരൻ എന്ന് പേര് കേട്ട ഒരാൾ
അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ BJP-യിലേക്ക് മാറുകയും അതോടെ അദ്ദേഹം വിശുദ്ധവൽക്കരിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഒരു അപകടകരമായ പ്രവണതയാണ് ഒന്ന്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു തമാശ എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, ഇവരെങ്ങനെയാണ് ഇത്രയും പൈസ ഇലക്ട്രൽ ബോണ്ടിന് കൊടുത്തത്. ആക്ച്വലി അങ്ങനെയല്ല അത് ശരി. ഈ കമ്പനികൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് പല തരത്തിൽ. അപ്പൊ അവർ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു, അന്വേഷണം അവസാനിച്ചു. അങ്ങനെയാണ് അതിന്റെ ശരി. അപ്പൊ ഇത് ഒരു ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്